ഈ പ്രത്യേകിച്ച് മകൾ അനുപമയുടെ കാര്യത്തെക്കുറിച്ച് പോലീസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അനുപമ BSc വേണ്ടി ജോയിൻ ചെയ്തെങ്കിൽ പോലും പിന്നീട് അതിന് ആ തുടർ പഠനം കണ്ടിന്യൂ ചെയ്യാതെ LLBക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ LLBക്കും പോകാതെ സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും പ്രതിമാസം 3 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ വരുമാനം ഈ അനുപമ സമ്പാദിച്ചിരുന്നു. പിന്നീട് ഒരു കുറച്ച് കാലഘട്ടം ഇങ്ങനെ അനുപമയ്ക്ക് ഈ സോഷ്യൽ മീഡിയ വരുമാനം ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഈ അനുപമയുടെ വരുമാനം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിലച്ചു. അതോടുകൂടിയാണ് അനുപമ മറ്റ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ ഈ പിതാവിനും ഈ പത്മകുമാറിനും ഈ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതേ തുടർന്നാണ് ഈ മൂവരും ഒരുമിച്ചുകൊണ്ട് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഈ മോചനദ്രവ്യം ആവശ്യപ്പെടാൻ പിടിച്ചു നിൽക്കാൻ പണം കണ്ടെത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. 3 പ്രതികളും കുറ്റം കൺഫസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യും. റിമാൻഡിന് ശേഷം ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് പ്രതികളെ നയിച്ചത് എന്ന് തന്നെ ആണ് പോലീസ് പറയുന്നത്. മറ്റൊരു കാര്യം ഷിജോ എടുത്തു പറയേണ്ടത്, ഇവർ ഈ കൃത്യത്തിന്റെ യാതൊരു സമയത്തും മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയൊക്കെ എങ്ങനെയാണ് അന്വേഷണ സംഘം നേരിട്ടത്? എന്ത് തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഇന്നിപ്പോൾ തെങ്കാശിയിൽ നിന്നാണല്ലോ മൂവരെയും പിടികൂടിയത്. അമൃത, ഈ പ്രതികൾ, അതായത് ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ പ്രതികൾ ഒരു തരത്തിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാറില്ല. മൊബൈൽ ഫോൺ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവർ ഈ കൃത്യം നടത്തിയത്. കൃത്യത്തിന് ശേഷവും ഇവർ മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല. പിന്നീട് ഈ കുട്ടിയെ ഒരു കാർട്ടൂണൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പത്മകുമാർ തന്നെയാണ് ഈ കുട്ടിയെ കാർട്ടൂൺ കാണിക്കുന്നത്. ടോം ആൻഡ് ജെറി പോലുള്ള കാർട്ടൂണുകൾ കാണിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളിലൂടെയാണ് ഈ പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. കൃത്യമായിട്ടുള്ള രേഖാചിത്രം, അതിലേറ്റവും ശ്രദ്ധേയമായത് പ്രതികളിലേക്ക് എത്തിച്ചേരാൻ ഈ പോലീസിനെ ഏറ്റവും അധികം സഹായിച്ചത് രേഖാചിത്രം തന്നെയാണ്. ആ രേഖാചിത്രം വരച്ച 2 പേരും ആ രേഖാചിത്രത്തിന് കൃത്യമായിട്ടുള്ള അടയാളങ്ങൾ പറഞ്ഞു കൊടുത്ത ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ സഹോദരനും ഈ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായിട്ട് ഈ പ്രതികളിലേക്ക് എത്തുകയായിരുന്നു. ഈ പ്രതികൾ സഞ്ചരിച്ച വാഹനം ഈ 2 ഓട്ടോറിക്ഷകളിലായിട്ടാണ് ഇവർ സഞ്ചരിച്ചത്. ആ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ പോലും അവർ ഈ സഞ്ചരിക്കാൻ ഒരു വാഹനം തിരഞ്ഞെടുത്തു എന്നുള്ളതല്ലാതെ മറ്റൊന്നും. എത്താം. ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതികളെ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. 1 മണിയോടുകൂടിയാണ് പൂയപ്പള്ളി സ്റ്റേഷനിലേക്ക് പ്രതികളെ എത്തിച്ചത് KAP ക്യാമ്പിൽ നിന്ന്. അതിനുശേഷം ഇപ്പോൾ പ്രതികളെ വൈദ്യ പരിശോധനയ്ക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മൂവരെയും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ പോലീസ് സന്നാഹം, അതുപോലെ തന്നെ ഈ പ്രതികളെ കാണാനായി നിരവധി പേരാണ് ഇവിടെ ചുറ്റും കൂടിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നും കണ്ടതാണ്. വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന നിരവധി പേരായിരുന്നു ഈ പ്രതികൾ വരുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശത്ത് തടിച്ചുകൂടി ഉണ്ടായിരുന്നത്. വലിയ